ഇന്നത്തെ നമ്മുടെ വർക്ക് ഈ കാണുന്ന ഏരിയയിൽ ഷീറ്റ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്ന മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാം. നമുക്ക് ഇതിൻ്റെ 6 മീറ്ററാണ് ഇതിൻ്റെ നമുക്ക് വീതി വരുന്നത്. ഈ ഒരു ഭിത്തിയുടെ 2 തൂണ് കെട്ടിയതിൻ്റെ ഔട്ടർ ടു ഔട്ടറും നമ്മൾ അര മീറ്ററിലധികം നമ്മൾ പുറത്തേക്കും കൂടെ തള്ളിയിടുന്നുണ്ട്. അപ്പോൾ ഈ തൂണിൻ്റെ അടുത്തുനിന്ന് അടുത്ത തൂണ് വരെ ഈ ഭിത്തി ടു ഭിത്തി വരുന്ന മെഷർമെൻറ്റ് 4.33 വരുന്നത്. നമുക്ക് 2 സൈഡിലേക്കും ഏറ്റവും കുറഞ്ഞത് ഒരു അര മീറ്ററെങ്കിലും പുറത്തേക്ക് തള്ളിയിടണം. നമ്മൾ ഈ വാർപ്പ് വരുന്ന അത്രയും ഭാഗമാണ് പുറത്തേക്ക് തള്ളിയിടുന്നത്. ഒരു 6 ഷീറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഷീറ്റിൻ്റെ അളവും കൂടെ നോക്കണം. പുറം വരുന്ന തൂണ് വരെ വരുന്ന നിന്ന് 1.5 അടിയും കൂടെ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് 9 അടി ഷീറ്റാണ് വരുന്നത്. 9 അടിയുടെ 6 ഷീറ്റാണ് നമ്മളിവിടെ ഇടുന്നത്. 9 അടിയുടെ 6 ഷീറ്റ്. ഇതിന് 6 ഷീറ്റിന് 4 കഴുക്കോലാണ് നമ്മൾ കൊടുക്കുന്നത്. 4 കഴുക്കോല് അത് 2:1 അതുപോലെ ബീമായിട്ട് കൊടുക്കുന്നത് 3:1 നമ്മൾ കടയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പട്ടിക 4 പട്ടികയും എല്ലാം പെയിൻ്റ് അടിച്ച് സെറ്റാക്കി കൊണ്ടുവന്നതാണ്. പെയിൻ്റ് അടിക്കുന്നതും കട്ട് ചെയ്യുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ എല്ലാത്തിലും കാണിക്കുന്നതാണ്, അതുകൊണ്ട് എടുത്തിട്ടില്ല. ഇത് വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബീം ഇതിൽ വെച്ചിട്ടുണ്ട്. ബീമിൽ കറക്റ്റ് ഒരു 1.5 അടിക്ക് താഴോട്ടൊരു പട്ട കൊടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ സൈഡിലേക്ക് കമ്പി അടിച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് പൊങ്ങിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കഴുക്കോല് നമുക്ക് ഈ ഭിത്തിയുടെ നേരെ ലെവലിലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വാർപ്പിൻ്റെ സൈഡ് തുളച്ചിട്ട് വെക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പരമാവധി ആ ഭിത്തിയുടെ എൻഡിലേക്ക് ഒരു ഹോൾ പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 5.2 ഹോൾ പ്ലേറ്റാണ്. 4.2 ആയാലും മതി. ആ ഹോൾ പ്ലേറ്റ് വെച്ചിട്ട് ഫിക്സഡ് ബോൾട്ട് 10 ബോൾട്ട് അടിച്ചിട്ടാണ് ഫിറ്റാക്കുന്നത്. നമ്മൾ 4 കഴുക്കോലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമർ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്താൽ മതി, 2 മീറ്ററൊക്കെ വരുന്നതാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ 3 കഴുക്കോലാണ് ഇവിടെ പ്ലാൻ ചെയ്ത് ഇപ്പം നിലവിൽ വെക്കുന്നത്. 4 കഴുക്കോല് നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പുറത്ത് വരുന്ന ഷെഡാണ്. അപ്പോൾ അതിന് പരമാവധി നമ്മൾ ബഡ്ജറ്റ് കുറഞ്ഞിട്ട് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കഴുക്കോലിൻ്റെ എണ്ണം കുറച്ചിട്ടുണ്ട്. അതുപോലെ ഷീറ്റ് 9 അടി തന്നെയാണ് നമ്മൾ അളവെടുത്തിട്ടുള്ളത്. 10 അടി വരുമ്പോൾ വീണ്ടും കുറച്ചും കൂടെ പുറത്തോട്ട് വരും. തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളതിന് പുറത്തോട്ട് അധികം നീട്ടിയിട്ടില്ല. ഇപ്പോൾ 3 കഴുക്കോല് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി അതിൻ്റെ ഈ ബീം വെച്ചാൽ നമ്മൾ കമ്പി അടിച്ചിട്ടില്ല. അത് കമ്പി അടിച്ചിട്ട് വെൽഡ് ചെയ്യാനുണ്ട്. സെൻറ്ററിലേക്ക് വരുന്ന ഒരു കഴുക്കോലും കൂടെ നേരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 മീറ്ററൊക്കെയാണ് ഏകദേശം ആ ഒരു ലെവലിലാണ് അളവ് വരുന്നത്. ഇപ്പോൾ 3 കഴുക്കോല് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പട്ടിക ഒന്ന് നിരത്തിയിട്ട് നമ്മൾ ആ ഷീറ്റും കൂടെ ആദ്യം തന്നെ നമ്മൾ വെച്ച് ലെവൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഭിത്തിയായിട്ട് കുറച്ച് ഭാഗം തേച്ചതും കുറച്ച് ഭാഗം തേക്കാത്തതാണ്. അപ്പോൾ ഭിത്തിയായിട്ട് ടച്ചാക്കി വെച്ചിട്ട് ലെവൽ നോക്കിയിട്ടാണ് കഴുക്കോലിൻ്റെ ലെവൽ ചെയ്ത് അടിച്ചു വിടുന്നത്. നമ്മളിത് ലെവൽ നോക്കിയിട്ട് കഴുക്കോലൊക്കെ അടിക്കുകയാണ്. കഴുക്കോലും 4 പട്ടികയാണ് വരുന്നത്. 4 പട്ടികയും കൂടെ അടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു വെയിലിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ വീഡിയോയിൽ അത്ര വ്യക്തതയില്ല. കുറച്ച് ചുറ്റും മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട്
കുറച്ച് വീഡിയോ ഒക്കെ ഇരുട്ടടിക്കുന്നുണ്ടായിരുന്നു. ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ലോണം ചെളിയായിട്ടുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, താഴെ കൂടെയൊക്കെ നടക്കാനൊക്കെ. ഷീറ്റ് നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് അടിക്ക് 100 രൂപയൊക്കെ വരുന്ന ടൈപ്പ് ഷീറ്റാണ് 6 ഷീറ്റ് എടുത്തിട്ടുള്ളത്. ഷീറ്റിൻ്റെ വർക്ക് നമ്മളെ ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഫുൾ ഫിനിഷ് ആയതിനു ശേഷം പുറത്തുനിന്നുള്ള ഒരു വ്യൂ ആണ്. ഇനി ഉള്ളിൽ നിന്നുള്ള വ്യൂവും കൂടെ നമുക്ക് താഴെ ഇറങ്ങിയിട്ടാകുമ്പോൾ കാണിച്ചു തരാവുന്നതാണ്. കറക്റ്റ് നമ്മൾ വാർപ്പിന് ഭിത്തിക്ക് ടച്ചായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ വാർപ്പിൽ നിന്ന് കുറച്ചും കൂടെ വിട്ടിട്ട് 2 അടിയൊക്കെ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 7 അടിക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കസ്റ്റമർ കോൺക്രീറ്റ് തുളച്ചിട്ട് ചെയ്യേണ്ടതില്ല, ഭിത്തിക്ക് ടച്ച് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലെവലിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് ഇത്രയും ഭാഗം മാത്രം തേപ്പ് കഴിഞ്ഞായിരുന്നു, ബാക്കിയുള്ള ഭാഗത്തേക്ക് തേച്ചിട്ടില്ല. അപ്പം നമ്മൾ തേക്കാത്ത ഭാഗത്തു നിന്നാണ് ഭിത്തി ടച്ചാക്കിയിട്ടുള്ളത്. ഇനി ആ ഒരു ഭാഗം ഒപ്പിച്ചിട്ടിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഭിത്തിയുടെ പല വ്യത്യാസം ഉണ്ടായതുകൊണ്ട് തന്നെ അടിയിൽ ചെറിയൊരു വേരിയേഷൻ അത് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് പരമാവധി ഒപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പുറം ഇപ്പുറം തട്ടുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. എങ്കിലും പരമാവധി ലെവലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ വർക്കിൻ്റെ അളവൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് പറഞ്ഞത്. അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും.